ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ചേസ് യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടും ഒരു സോറി ചോദിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് നമ്മൾ 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇടയ്ക്ക് വെക്കേഷൻ ആയിരുന്നു. വെക്കേഷൻ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തത്. പിന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ രാത്രിയെങ്കിലും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് തരുമായിരുന്നു. പിന്നെ ഈ ആഴ്ച ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ ഞാൻ ഈ 7ാം ക്ലാസ് തീർക്കുന്നതാണ്. കുറേ ദിവസമായി ഇഴച്ചഴിച്ചാണ് ഞാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഇനി എന്തായാലും ഇഴക്കത്തില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് തന്ന് 7ാം ക്ലാസ് ഞാൻ ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കടക്കുന്നതാണ്. കൂടാതെ മറ്റൊരു ഇൻഫർമേഷൻ തരാനുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. കുറെ പേര് അപ്ലൈ ചെയ്തു, കുറെ പേര് അപ്ലൈ ചെയ്യാനിരിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവർ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ അതിന്റെ ഒരു PYQ സീരീസ് ഇന്ന് ഒരു ഡെമോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡെമോ സെക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ അതിന്റെ മാക്സിമം പോയിന്റ് ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ റിട്ടൺ നോട്ട് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുക. അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ എഴുതിയ എൻ്റെ നോട്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും എഴുതി അതിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്താണ് പോകുന്നത്. പിന്നെ ഇന്നൊരു 10 ചോദ്യം, അതായത് 10 GKയും പിന്നെ ഒരു 3-4 മാത്സ് ക്വസ്റ്റ്യൻ, അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, പറ്റുമെങ്കിൽ നമുക്ക് IT കൂടെ കയറ്റിയിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും ക്ലാസ് വരുന്നത്. കാരണം നമുക്ക് സമയമില്ല, വളരെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആ ക്ലാസ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. കാര്യം നമ്മൾ ഈ റീസെന്റ് ആയിട്ട് ചോദിച്ചതും കഴിഞ്ഞ 2021 മുതൽ ഈ 25 വരെ ചോദിച്ചിട്ടുള്ള PSCയുടെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കൂടാതെ ഡിഗ്രി ലെവൽ മാത്രമല്ല 10th ലെവൽ നമ്മൾ നോക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 10th ലെവലും കൂടെ നോക്കി പോകാം. അപ്പൊ എന്തായാലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ആദ്യം തന്നെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പൊ പേര് പോലെ തന്നെ നമുക്കിതിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഭൂപടങ്ങളെ പറ്റിയാണ്. പിന്നെ കുറച്ച് നമ്മുടെ GISഉം വളരെ കുറച്ച് GPSഉം. GISഉം GPSഉം കൂടുതലായിട്ട് പഠിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് വരുമ്പോഴത്തേക്കാണ്. ഇതിലൊരു സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന 10ാമത്തെ ചാപ്റ്റർ ബജറ്റിനെ പറ്റിയാണ്. അത് എക്കണോമിക്സ് ടഫ് ആയിട്ടുള്ളവർ, അതായത് ഡിഗ്രി ലെവൽ നോക്കുന്നതായാലും ഏത് ലെവൽ എക്സാം നോക്കുന്നവരായാലും എക്കണോമിക്സ് കുറച്ച് ടഫ് ആയിട്ടുള്ളവർ തീർച്ചയായും ആ ക്ലാസ് ഒക്കെ കാണണം. കാര്യം എന്ന് വെച്ചാൽ അതിൽ ബജറ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് തലയിലോട്ട് കയറാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ബേസിക് സംഭവങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 7ാം ക്ലാസ് മുതൽക്കേ ആ ബജറ്റ് എന്താണ്, ഒരു കുട്ടിയെ പോലെ തന്നെ നമുക്കും അത് എന്താണെന്ന് അറിഞ്ഞു പോകാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ക്ലാസ്സുകൾ ആരും മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും ക്ലാസ്സുകൾ കറക്റ്റ് കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് നോട്ട് ലഭിക്കാനായിട്ട് എല്ലാവരും ഈ ക്ലാസ്സിന്റെ അടിയിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് ടെലഗ്രാമിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കുക. പിന്നെ ഇത് നമ്മുടെ ഡയമണ്ടിൽ അല്ലാത്തത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും ഇതിലടിയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഡയമണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് തരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് എനിക്ക് ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ കഴിയും. ഇപ്പൊ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇത് നോക്കൂ, മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛനോടൊരു കുട്ടി ചോദിക്കുകയാണ്. അതേ കണ്ടോ, അച്ഛനോടൊരു കുട്ടി ചോദിക്കുകയാണ്, മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ യാത്ര നന്നായിരുന്നു അല്ലേ? അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായത്. എന്താണ് ഡിജിറ്റൽ ഭൂപടം? മൊബൈൽ ഫോണിൽ നമ്മൾ പണ്ടുള്ള ഒരു മാപ്പ് ചുരുട്ടി കയ്യിലാണ് കൊണ്ട് നടന്നത്. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണ്? നമ്മുടെ മൊബൈൽ ഫോൺ ആണ് അല്ലെ? നമ്മുടെ മൊബൈൽ ഫോൺ വേണം, നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ടവർ ലൊക്കേഷനിലായിരിക്കണം നമ്മൾ പോകുന്നത് അല്ലെ?
ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്തു രസമാണ്. അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ പലരും PSC എക്സാം എഴുതാൻ പോകുന്നവരാണ്. നമ്മൾ പോകുന്ന സ്ഥലം നമുക്ക് പലർക്കും അറിയില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഗൂഗിൾ എടുക്കുന്നു, ഗൂഗിളിൽ നമ്മുടെ മാപ്പ് എടുക്കുന്നു അല്ലെ, നമ്മുടെ മാപ്പ് എടുക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്നു, നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നു. ചില സമയത്ത് നമ്മുടെ പടുകുഴിയിലൊക്കെ എത്തിക്കാറുണ്ട്. എന്നിരുന്നാലും ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിപ്പെടാറുണ്ട്. ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടങ്ങൾ ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് യാത്രയും ലാഭിക്കാം, നമുക്ക് സമയവും ലാഭിക്കാം, യാത്ര കൂടുതൽ രസകരമാവുകയും ചെയ്യും അല്ലേ അച്ഛാ? അപ്പൊ ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനോട് ഈ മാപ്പിന്റെ കുറച്ച് ഉപയോഗങ്ങൾ, ഒരു ഡിജിറ്റൽ മാപ്പിന്റെ ഉപയോഗങ്ങളെ പറ്റി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ, അവരുടെ യാത്ര വളരെ നല്ലതാക്കാൻ അത് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ഫോണിലുള്ള ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യാത്രകളിൽ ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വിവിധതരം ഭൂപടങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പൊ ഭൂപടത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിക്കുകയാണ്. ഒരു സ്ഥലത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാകുന്നതിന് അല്ലെ. ഒരു സ്ഥലത്ത് എത്താൻ നമുക്ക് പല പല വഴികളുണ്ട്. അതിലേത് വഴിയാണോ ഏറ്റവും എളുപ്പം അത് നോക്കി പോകാൻ നമുക്ക് ഭൂപടം സഹായിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലോബ്. ഇത് നമ്മുടെ ഭൂപടമാണ്. കണ്ടോ, ലോക രാഷ്ട്രീയ ഭൂപടം. എന്താണ് എഴുതിയിരിക്കുന്നത്? ലോക രാഷ്ട്രീയ ഭൂപടം. അതിൽ കൊടുത്തിരിക്കുന്ന സൂചനകൾ, ആകൃതിയുണ്ട്, അക്ഷാംശ രേഖാംശ രേഖകളുണ്ട്, അവയുടെ ഉപയോഗങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും? ഈ ഒരു ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് നമ്മുടെ ഗ്ലോബും ഇത് നമ്മുടെ ഭൂപടവുമാണ്. ഈ ഗ്ലോബും ഭൂപടവും തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് നമ്മൾ രണ്ടൊരു ടേബിൾ ആയിട്ട് എഴുതാനാണ്. ഞാനിത് കറക്റ്റ് നോട്ടിൽ ടേബിൾ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് കിട്ടും, നോട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭൂമിയുടെ യഥാർത്ഥ മാതൃക. ഏതാണ് ഭൂമിയുടെ യഥാർത്ഥ മാതൃക? ഗ്ലോബ് ആണ് അല്ലെ. ഗ്ലോബ്, ഉരുണ്ടിരിക്കുന്ന നമ്മുടെ ഗ്ലോബാണ് ഭൂമിയുടെ യഥാർത്ഥ ഒരു മാതൃക നൽകുന്നത്. ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം 2D നൽകുന്നത് ഏതാണ്? ഒരു പ്രതലത്തിൽ വരയ്ക്കുന്നത്, X ആക്സിസും Y ആക്സിസും ഉള്ള ഒരു പ്രതലത്തിൽ വരയ്ക്കുന്നത് ഏതാണ്? നമ്മുടെ ഭൂപടമാണ് അല്ലെ. ഇതല്ലേ 2D, ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. അപ്പോ ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം നൽകുന്നത് മാപ്പാണ് അല്ലെങ്കിൽ ഭൂപടങ്ങളാണ്. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം ഏതാണ്? ഗ്ലോബാണ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നു. ഇത് ക്ലിയർ ആണ്. എന്താണ്? മാപ്പാണ്. അപ്പൊ മാപ്പ് എന്താണ്? ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നു. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. ഇതേതാണ് ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നത്? നമുക്കൊരു മാപ്പില് ഭൂമിയെ പൂർണ്ണമായിട്ടും ചിത്രീകരിക്കാൻ കഴിയുമോ? ഒരു മാപ്പില് നമുക്ക് ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കാൻ കഴിയില്ല. ഒരു ലോക ഭൂപടം എടുത്താൽ കൂടിയും നമുക്കതിനെ പൂർണ്ണമായിട്ടും പറ്റില്ല. അത് പക്ഷെ ഒരു ഗ്ലോബിലാണെങ്കിൽ ഭൂമിയെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചിത്രീകരിക്കാൻ കഴിയും. കൂടാതെ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. ഭൂമിയെ നമുക്ക് കറക്കി നോക്കാം, ഉരുട്ടി നോക്കാം. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഏത് വഴിയാണ്? ഗ്ലോബ് വഴിയാണ്. രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. എവിടെയാണ് രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖ? എവിടെയാണ്? നോക്കാം, ഈ ഗ്ലോബിലോട്ട് നോക്കൂ. ഇവിടെ എല്ലാം നേർരേഖയാണോ? അതോ ഇവിടെ വളച്ചൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും നമുക്കറിയാം ഏതിലാണ്? മാപ്പിലാണ് ഇതെല്ലാം വളവൊന്നുമില്ല നേരെ വരച്ചു വെച്ചേക്കുന്നത് അല്ലേ. രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഏതിലാണ്? ഗ്ലോബിലാണ്. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. അപ്പൊ ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ
വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലോബാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ എന്റെ പഞ്ചായത്ത് പോത്തങ്കോട് പഞ്ചായത്തിനെ പറ്റി അറിയണം. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു ഗ്ലോബ് എടുക്കുകയാണ്. എന്നിട്ട് അതില് നമ്മൾ ഇന്ത്യയെ നോക്കും. എന്നിട്ട് അതില് കേരളത്തെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വാൽക്കണ്ണാടി ഉപയോഗിച്ച് സൂക്ഷിച്ചു നോക്കും. അതിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല കണ്ടുപിടിക്കും. അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തിന്റെ മാപ്പാണ് എടുക്കുന്നത് അല്ലേ? ആ പ്രദേശത്തിന്റെ ഭൂപടമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഭൂപടത്തിന്റെ സവിശേഷതയാണ്. അപ്പൊ ഇതിന് 2 കോളമൊക്കെ കൊടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 കോളം വരച്ചിട്ടില്ല, ഓരോ തലക്കെട്ടോടു കൂടി അതിന് താഴെ എഴുതിയിട്ടുണ്ട്. ബാക്കി ചില കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ടേബിളിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി പറയൂ, എന്താണ് ഭൂപടങ്ങൾ? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. ഏതെങ്കിലും ഗ്ലോബിൽ നമുക്ക് ഭൂമിയെ ഭാഗികമായി ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ഭൂമി പകുതി ഭാഗമേ ഉള്ളൂ, പകുതി ഇല്ല, അങ്ങനെയുള്ളതുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് എന്താണ് ഭൂപടങ്ങളാണ്. യാത്ര പോകാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഭൂപടമാണോ അതിർത്തി കാക്കുന്ന സൈനികർ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഈ കേരളത്തിനകത്ത് ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂപടമാണോ ഒരു ലോകം മുഴുവൻ ചുറ്റിക്കാണുന്ന ഒരു സഞ്ചാരി ഉപയോഗിക്കുന്നത്? അല്ലല്ലേ. ഒരു കർഷകൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഒരു യാത്രികൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഒരു സൈനികൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഒരു പഞ്ചായത്തിൽ ഉപയോഗിക്കുന്ന ഭൂപടവും ഒക്കെ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ഭൂപടങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരേ ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാനാകുമോ? ഇല്ല അല്ലെ. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസൃതമായി ഭൂപടങ്ങളും വ്യത്യസ്തമായിരിക്കും. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ തരംതിരിക്കുന്നത്. ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം. എന്താണോ അവയുടെ ധർമ്മം, അവരുടെ ലക്ഷ്യം എന്താണോ അത്. പിന്നെന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. അത് ഏതളവിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ചെറിയ അളവുകൾ ഉപയോഗിച്ചാണോ, വലിയ അളവുകൾ ഉപയോഗിച്ചാണോ, കൂടുതൽ സ്ഥലത്തിന്റെ ഒരു ഭൂപടമാണോ, അത് ചെറിയൊരു സ്ഥലത്തിൻ്റെതാണോ? ആ രീതിയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. ഭൂപടങ്ങളുടെ ചരിത്രം. പിന്നെ നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം. നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല, എന്നിരുന്നാലും കേട്ടിരിക്കാം. ഭൂപട നിർമ്മാണത്തിന്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ, അതായത് നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, മറ്റേ തോൽ, അത് മൃഗത്തോലിലെ തുണിയാണ്. അത് തുണിയിലാണ് അതിൽ ഒരു മാപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെയും കാലങ്ങൾ കടന്നു കഴിഞ്ഞാൽ, വർഷങ്ങൾ മുന്നേ ഉള്ള, അതായത് പഴയ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ചെറിയ തുകലിലൊക്കെ ഉള്ള, ഈ ബാഹുബലി തന്നെയുണ്ട് ഈ സന്ദേശം അയക്കുന്ന ഒരു അതൊക്കെ തുകലിലുള്ളതാണ്, മൃഗത്തോലിലൊക്കെ ഉള്ളതാണ്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണിത്. അപ്പോൾ ഏറ്റവും പഴയത് എവിടെ നിന്ന് കണ്ടെത്തിയതാണ്? മെസപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടെത്തിയ ഭൂപടമാണെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. ടോളമിയുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യം പറഞ്ഞ ആളാണ് നമ്മുടെ ടോളമി. അതിനനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നതുവരെ ടോളമിയുടെ ഭൂപടങ്ങളെ കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അപ്പോ CE 1400കളുടെ അവസാനത്തിലാണ് ഒരു അറ്റ്ലസിൽ ടോളമിയുടെ ഭൂപടം അച്ചടിച്ചു വരുന്നത്. അതിനുശേഷം അവ കൊളംബസ്, ക്യാബറ്റ്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ
ഉറവിടമായി മാറി. ആരൊക്കെയാണ്? കൊളംബസ്, നമ്മുടെ ലോക സഞ്ചാരികളാണ്. കൊളംബസ്, കാബറ്റ്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി, ഇവരുടെയൊക്കെ എന്താണ് വിവരങ്ങളുടെ ഉറവിടമായി പിന്നീട് ഈ ഭൂപടങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. വളരെ അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാങ്കേതിക വിദ്യകളുടെ ഒന്നും തന്നെ സഹായമില്ലാതെ ടോളമി വരച്ച ആ ഒരു ഭൂപടത്തിന് ഇന്നും നമ്മുടെ ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അപ്പോൾ ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗ്രീക്ക്, അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് എന്നതുകൂടി ഒന്ന് ഓർക്കുക. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ ഭൂപടങ്ങൾ പലതരത്തിലുണ്ട്. രാഷ്ട്രീയ ഭൂപടമുണ്ട്, മണ്ണ് ഭൂപടമുണ്ട്, ഭൂപ്രകൃതി ഭൂപടമുണ്ട്, ഗതാഗത ഭൂപടമുണ്ട്. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന് ബോധ്യമായില്ലേ അല്ലെ? രാഷ്ട്രീയ ഭൂപടം ഓരോന്നിനും ഓരോരോ തലക്കെട്ടാണ്. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകുന്നത് അല്ലെ? നമുക്ക് മണ്ണ് ഭൂപടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും നദിയെ ആ മണ്ണ് ഭൂപടത്തിൽ തപ്പിപ്പോകാറുണ്ടോ? മണ്ണ് ഭൂപടം നോക്കിയിട്ട് നർമ്മദ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് തിരയാൻ ആരെങ്കിലും പോകൂ? ഇല്ല. പകരം എന്താണ്? ഓരോ സംസ്ഥാനത്തെയും മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനായിട്ടാണ് നമ്മൾ മണ്ണ് ഭൂപടം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ തലക്കെട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള ഭൂപടം തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിക്കൂ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്നും കണ്ടെത്താനാകുന്നില്ലേ? ഇല്ലേ? നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ അതിൽ 14 ജില്ലകളും അതിലുണ്ടാവും. അതിന്റെ 14 ജില്ലകളുടെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിന്റെയോ രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ പട്ടികപ്പെടുത്തൂ. നിങ്ങൾക്കിപ്പോൾ എന്താണ് രാഷ്ട്രീയ ഭൂപടങ്ങളുടെ ധർമ്മം എന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് രാഷ്ട്രീയ ഭൂപടം എന്ന് മനസ്സിലായില്ലേ? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല, അവരുടെ ജില്ലകൾ, സംസ്ഥാനങ്ങൾ എന്നിവയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂപടമാണ് ഒരു രാഷ്ട്രീയ ഭൂപടം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഓരോ സംസ്ഥാനത്തിന്റെയും തലസ്ഥാനം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ? ആ തലസ്ഥാനങ്ങളെ ഒരു കറുത്ത ഡോട്ടിട്ട് കുറച്ച് വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ലോകഭൂപടം എടുക്കുമ്പോഴും ലോകഭൂപടത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എടുക്കുമ്പോഴും നമുക്ക് ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിന്റെ ധർമ്മം. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നാൽ ഇനി ഒരു ഭൂപ്രകൃതി ഭൂപടത്തിന്റെ ധർമ്മം എന്താണെന്ന് പറയൂ. അപ്പൊ എന്താണ് ഭൂപ്രകൃതി ഭൂപടത്തിന്റെ ധർമ്മം? എന്താണ് ഭൂപ്രകൃതി ഭൂപടത്തിന്റെ ധർമ്മം? അവിടുത്തെ ഭൂപ്രകൃതി, അവിടെ ഏതെല്ലാം തരത്തിലുള്ള വനങ്ങളുണ്ട് അല്ലെ? പിന്നെ ഏതെല്ലാം തരത്തിലുള്ള സസ്യജാലങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ജന്തുമൃഗാദികൾ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഭൂപ്രകൃതി വിഭാഗം നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിലാണ് കേരളത്തിന്റെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് തരംതിരിച്ചിരിക്കുന്നത് അല്ലെ? അത് നമ്മുടെ ഭൂപ്രകൃതി അല്ലേ? ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായി തിരിക്കുന്നു. അപ്പോൾ പ്രധാനമായും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്. ധർമ്മത്തിന്റെയും പിന്നെന്താണ് തോതിന്റെയും അടിസ്ഥാനത്തിൽ. ഇനി പറയുകയാണെങ്കിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനെ പൊതുവായിട്ട് രണ്ടായി തിരിക്കും. അതിലൊന്ന് ഭൗതിക ഭൂപടങ്ങൾ. എന്താണ്? ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ, അടുത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഭൗതിക ഭൂപടമെന്നും എന്താണ് സാംസ്കാരിക ഭൂപടമെന്നും പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഭൂപ്രകൃതി മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. അപ്പൊ എന്താണ് ഭൂപ്രകൃതി? മണ്ണ് നമ്മൾ കൊണ്ടിട്ടതാണോ, മനുഷ്യർ കൊണ്ടിട്ടതാണോ? കേരളത്തില് കൂടുതലായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കിടക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടിട്ടതാണോ? ഡെക്കാൻ മേഖല, ഇവിടെ കൂടുതലായിട്ടും കറുത്ത മണ്ണ് കിടക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടിട്ടതാണോ? അല്ല, അത് പ്രകൃതിദത്തമായിട്ട് തന്നെ അങ്ങനെ ഉള്ളതാണ്. നദികൾ, നർമ്മദ നദി അതുവഴി
ഒഴുകട്ടെ, അല്ലെങ്കിൽ കേരളത്തിലൂടെ പെരിയാർ ഒഴുകട്ടെ എന്നൊന്നും നമ്മൾ വിചാരിച്ച് കൊണ്ടിട്ടതല്ല. ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ? അപ്പൊ ഭൗതിക ഭൂപടങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സാംസ്കാരിക ഭൂപടങ്ങൾ. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ എന്താണ്? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടം. എക്സാമ്പിൾ, രാജ്യങ്ങൾ, നമ്മുടെ ലോകം, നമ്മുടെ ഭൂമി അങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇടയ്ക്ക് കുറെ സമുദ്രങ്ങളും ഒക്കെ ആയിട്ട്, ഇടയ്ക്കിടയ്ക്ക് ചില കടലിടുക്കുകളൊക്കെ ആയിട്ട് നമ്മുടെ ഭൂമി അങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഭൂമി ഇങ്ങനെ ഓരോ അതിർവരമ്പ് വരച്ച് ഓരോന്നിനും ഓരോ പേരിട്ടാണോ ഓരോന്നും നിലവിൽ വന്നത്? അല്ല, അല്ലേ? നമ്മളാണ് ഓരോ അതിർത്തികൾ ഉണ്ടാക്കി ഓരോ രാജ്യങ്ങളായി വേർതിരിച്ചു. പിന്നെന്താണ്, ഓരോ കോണ്ടിനെന്റ്സ് ആയി വേർതിരിച്ചു, അല്ലെ? ഓരോ ധ്രുവങ്ങളായി വേർതിരിച്ചു. പിന്നെന്താണ്, 2 ഹെമിസ്ഫിയർ ആയിട്ട് ഭൂമിയെ നമ്മൾ വേർതിരിച്ചു. അതൊക്കെ മനുഷ്യന്റെ നിർമ്മിതിയാണ്. അപ്പോൾ രാജ്യങ്ങൾ അതായത് നമ്മുടെ രാഷ്ട്രീയ ഭൂപടങ്ങൾ എല്ലാം തന്നെ സാംസ്കാരിക ഭൂപടങ്ങളാണെന്ന് ഓർക്കുക. സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, അല്ലെ? റോഡുകൾ, റെയിൽപാത, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം ഇവയൊക്കെ സാംസ്കാരിക ഭൂപടമാണ്. ഓർക്കുക, ജനസംഖ്യാ വിതരണ ഭൂപടം അല്ലെങ്കിൽ ജനസംഖ്യാ ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടമാണ്. അത് പ്രകൃതിദത്ത ഭൂപടമല്ല. എന്തുകൊണ്ടാണ്? മനുഷ്യൻ പ്രകൃതി സവിശേഷതയനുസരിച്ച് വെള്ളത്തിന്റെ ലഭ്യത, കൃഷി ചെയ്യാനുള്ള അനുകൂല സാഹചര്യം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഇഷ്ടപ്രകാരം കുറെ സ്ഥലങ്ങളിൽ കൂട്ടമായി താമസിച്ച് അവിടെ ജനസംഖ്യ കൂടുതലാക്കിയതാണ്, അല്ലെ? പിന്നെന്താണ്, ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല അത് മലപ്പുറമാണ്. എന്തുകൊണ്ട്? മലപ്പുറം കുറച്ചും കൂടി വിസ്തൃതി കൂടിയ ഒരു ജില്ലയാണ്, ശരിയാണ്. തിരുവനന്തപുരത്തിന് മലപ്പുറത്തിന്റെ അത്രയും വിസ്തൃതിയില്ല. എന്നിരുന്നാൽ കൂടിയും തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും സാന്ദ്രത കൂടുവാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് തന്നെയാണ്. ആ ടെക്നോ പാർക്ക്, പിന്നെ അതിനടുത്തുള്ള വേറെ എന്തൊക്കെയാണ്? ടെക്നോ പാർക്ക് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അവിടെ ഒരു 2-3 സ്ഥാപനങ്ങളുണ്ട്. UST ഗ്ലോബൽ, ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ, ഇൻഫോസിസ് തുടങ്ങിയ IT മേഖലകളിലുള്ള സ്ഥാപനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടോട്ട് താമസത്തിന് വന്ന് ഇവിടെ സ്ഥിര താമസമായവരുണ്ട്. ഇപ്പൊ എന്റെ വീടിനടുത്ത് തന്നെ ഒരു 3-4 ഫാമിലി ഉണ്ട്. അവർ പുറത്തുനിന്ന് വന്നവരാണ്. അവര് അതായത് തൃശ്ശൂര്, കണ്ണൂര്, എറണാകുളം ഈ 3 ജില്ലകളിൽ നിന്നുള്ള ഒരു 3-4 ഫാമിലി എന്റെ വീടിനടുത്ത് തന്നെയുണ്ട്. അവരിവിടെ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങി ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ ഇത് നമ്മുടെ ജില്ലയിൽ ജനസാന്ദ്രത കൂടുന്നതിന് കാരണമാണ്. ഞാൻ ജനസാന്ദ്രത കൂടുന്നതിന് കാരണം പറഞ്ഞതല്ല, ജനസംഖ്യാ വിതരണം ഒരു സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണം ആവാൻ കാരണമാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, അല്ലെ? ഈ ജനസാന്ദ്രത എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മനുഷ്യനുണ്ടാക്കിയതാണ്. ഇവിടെ വന്ന് താമസിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അവരുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. അപ്പൊ ഓർക്കുക, ജനസംഖ്യാ വിതരണം ഒരു സാംസ്കാരിക ഭൂപടമാണ്. അത് ഭൗതിക ഭൂപടമാക്കരുത്. എന്താണ്, പ്രകൃതിദത്തമായിട്ട് അങ്ങനെ ജനസംഖ്യ കൂടുന്ന ജനസാന്ദ്രതയും അങ്ങനെ ജനസംഖ്യ ഓരോ സ്ഥലത്തും വരുന്നതാണ് എന്ന് വിചാരിച്ചു കളയരുത് കേട്ടോ. ഇനി ചുവടെ ചേർത്തിട്ടുള്ള ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വേർതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പട്ടികയായിട്ട് എന്റെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഭൂപ്രകൃതി ഭൂപടം എന്താണത്? അതെന്ത് ഭൂപടമാണ്? ഭൂപ്രകൃതി ഭൂപടം എന്ന് പറയുന്നത് അതൊരു ഭൗതിക ഭൂപടമാണ്, അല്ലെ? മണ്ണ് ഭൂപടം ഭൗതിക ഭൂപടമാണ്. കാലാവസ്ഥാ ഭൂപടം ഭൗതിക ഭൂപടമാണ്. നൈസർഗിക സസ്യജാല ഭൂപടം ഭൗതികമാണ്. നദീവ്യവസ്ഥാ ഭൂപടം ഭൗതികമാണ്. രാഷ്ട്രീയ ഭൂപടം അതൊരു സാംസ്കാരിക ഭൂപടമാണ്. ജനസംഖ്യാ ഭൂപടം സാംസ്കാരികമാണ്. സാമ്പത്തിക ഭൂപടം സാംസ്കാരികമാണ്, അല്ലെ? സാമ്പത്തികം, സമ്പത്ത്, എന്താണ് നമ്മുടെ ടെക്നോളജിയും എന്താണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള സ്ഥലത്ത് ഒരുപാട് സമ്പത്തുണ്ടാവാൻ കാരണമുണ്ട്. നമ്മുടെ എറണാകുളമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നത്, അല്ലെ? ഗതാഗത ഭൂപടം ഇത് സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇതൊന്ന് തിരിഞ്ഞു പോകാതിരിക്കുക കേട്ടോ. പ്രധാനമായിട്ടും തിരിഞ്ഞു പോകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ഭൂപടം എന്താണെന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്താണെന്നും ഈ തലക്കെട്ടുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഓക്കെ. വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുകളുമാണ് A, B എന്നീ കോളങ്ങൾ നൽകിയിട്ടുള്ളത്. ഇവയെ വരകൾ ഉപയോഗിച്ച് ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. മഴയുടെ വിതരണം. മഴ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മഴ കാലാവസ്ഥയാണ്, അല്ലെ? അപ്പൊ കുറച്ചങ്ങോട്ടായി അത് നമുക്കൊന്ന് റൈസ് കളയാം. ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, അങ്ങോട്ട് വരയ്ക്കാന്ന് വിചാരിച്ചപ്പോ റൈസ് ആവുന്നില്ല.
മഴയുടെ വിതരണം കാലാവസ്ഥാ ഭൂപടമാണ്. എന്താണ്? കാലാവസ്ഥാ ഭൂപടമാണ്. കാലാവസ്ഥാ ഭൂപടമാണ് മഴയുടെ വിതരണം. വനവിസ്തൃതി എന്താണ്? നൈസർഗിക സസ്യജാല ഭൂപടമാണ് അല്ലെ. വനവിസ്തൃതി നൈസർഗിക സസ്യജാല ഭൂപടം. നെൽപ്പാട വിതരണം, അതെന്താണ്? ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നെൽപ്പാട വിതരണം കാർഷിക ഭൂപടമാണ്. റോഡ് ഗതാഗതം അതെന്താണ്? തീർച്ചയായിട്ടും ഗതാഗത ഭൂപടമാണ് റോഡ് ഗതാഗതം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? നിങ്ങൾ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പരിചയപ്പെട്ടില്ലേ? അവയോരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിച്ചിട്ടുള്ളവയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അറിയില്ലേ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 തരം ഭൂപടമാണ്. ഒന്നെന്ന് പറയുന്നത് മണ്ണിനം. ഒന്നാമത്തെ ഭൂപടം എന്ന് പറയുന്നത് ഇത് മണ്ണിനവും രണ്ടാമത്തേത് നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ്. കേട്ടോ? ഇപ്പൊ ഈ 2 ഭൂപടം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ? അലൂവിയൽ സോയിൽ, ആറിഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, ലാറ്ററൽ സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്, നോർത്തേൺ പ്ലെയിൻ. അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ മണ്ണ് വിഭാഗങ്ങൾ. അപ്പൊ ഈ മണ്ണ് വിഭാഗങ്ങളാണ് കണ്ടോ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് റെഡ് ആൻഡ് യെല്ലോ സോയിലാണ്. അതേ കണ്ടോ, ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല, ഇതാണ് നമ്മുടെ ഡെക്കാൻ മേഖല. ഡെക്കാൻ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ. എന്താണ് നോർത്തേൺ പ്ലെയിൻ കൊടുത്തിരിക്കുന്നുണ്ടോ, നോർത്തേൺ പ്ലെയിൻസ്. പിന്നെ എന്താണ് ഫോറസ്റ്റ് സോയിൽ, വനമണ്ണ് കൂടുതലുള്ള ഭാഗം. ഇവിടെയൊക്കെയാണ് വനമണ്ണ്, ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഇതിൽ നിന്നും അതായത് നമുക്ക് ഈ മണ്ണ് ഭൂപടം നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉള്ളതെന്ന് അറിയാൻ കഴിയുമോ? അറിയാൻ പറ്റുമോ? മാൻഗ്രൂവ് ഫോറസ്റ്റ് അതല്ലെങ്കിൽ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് ഉള്ളത് എവിടെ നിന്നാണെന്ന് നമ്മുടെ ഈ മണ്ണ് ഭൂപടം നോക്കി നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞ കേസാണ്. ഓരോ ഭൂപടത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വെക്കുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 ഭൂപടങ്ങളിലെ വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ഈ 2 കാര്യങ്ങളും. അതായത് ഇവിടെ തന്നെ ഇതിൽ തന്നെ നമുക്ക് നോക്കാം. ഈ ഗ്രീൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് സോയിലാണ്, അതായത് നമ്മുടെ വനമണ്ണാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ളതാണ് എന്തെന്ന് പറയുന്നത്, എന്താണ് മൊണാറ്റനി ഫോറസ്റ്റ്. എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പൊ ഈ 2ഉം സെയിം സ്ഥലത്താണ് കാണുന്നത്. ഓക്കെ, ഈ 2ഉം സെയിം സ്ഥലത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് 2ഉം കൂടി ഒറ്റ പിക്ചറായി പോയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് 2ഉം ഒരു സ്ഥലത്തുള്ളതാണെന്ന്? മനസ്സിലാവോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വ്യത്യസ്ത ഭൂപടങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടേ, ഇത് നോർത്തേൺ പ്ലെയിൻ, ഇത് നോർത്തേൺ പ്ലെയിൻ. ഓക്കെ, ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സൈഡിൽ ഇവിടെ ഉള്ളത് എന്താണ്? നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ അലൂവിയൽ സോയിൽ ഉണ്ട്. പിന്നെ ഇത് ഈ ഭാഗത്തായിട്ട് എന്തുണ്ട്? ബ്ലാക്ക് സോയിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് 2ഉം കൂടി ഒരു ഭൂപടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2ഉം മനസ്സിലാകാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ 2നെയും 2 ഭൂപടമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് നാം വിഷയാധിഷ്ഠിത ഭൂപടം എന്ന് പറയുന്നത്. എന്താണ്? വിഷയാധിഷ്ഠിത ഭൂപടം. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്ന് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഭൂപടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേ അകലത്തിൽ, അതേ ദൂരത്തിലും അതേ അകലത്തിലുമാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപടം നിർമ്മിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ഭൂപടമായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള ഭൂപടം ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽക്ക് അങ്ങ് കാസർഗോഡ് വരെ നീളമുള്ള ഒരു ഭൂപടം ഉണ്ടാക്കിയാൽ നമുക്ക് ചുരുട്ടി വെക്കാം, നിവർത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഫുള്ളായിട്ട് ആ ഭൂപടത്തിൽ കിടക്കും അല്ലേ? ചുരുട്ടി നമ്മൾ എവിടെ വെക്കും? എന്തോരം അകലം ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന് പകരമാണ് ഈ തോതിനെ അടിസ്ഥാനമാക്കി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഈസ്റ്റ് പവർ, അതായത്
1 സെന്റിമീറ്ററിന് 1 കിലോമീറ്റർ ആയിട്ട്, അല്ലെങ്കിൽ 1 സെന്റിമീറ്ററിന് 10 കിലോമീറ്റർ ആയിട്ട്, അങ്ങനെ കരുതുമ്പോൾ നമുക്ക് അതിനെ ഷോർട്ട് ചെയ്ത് ഒരു ചെറിയ ഭൂപടമാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് തോതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്ലാസ് മുറിയുടെ ഒരു ഭൂപടം തയ്യാറാക്കാനാണ് ഈ പിള്ളേരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ അവര് അളന്നെടുത്ത് മീറ്റർ കണക്കാക്കി വരയ്ക്കുമ്പോൾ അവർക്കൊരു നോട്ട്ബുക്ക് പോരാ, ആ ക്ലാസ് റൂമിന്റെ അത്രയും വലുപ്പമുള്ള പേപ്പർ വേണം. അപ്പൊ പിന്നെ ടീച്ചർ പറയുന്നു, നിങ്ങൾ എന്താണ് 1 സെന്റിമീറ്റർ 1 മീറ്റർ ആയിട്ട് എടുത്തിട്ട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരു പേപ്പർ തന്നെ അത് വരച്ചു. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ തോത് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതൊക്കെ. അത് നമുക്ക് വേണ്ട. ഇനി തോതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം ഇത് നമുക്ക് വേണം. എന്താണ് തോതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഭൂപടങ്ങൾ? ഇവിടെയും നമുക്ക് തിരിഞ്ഞു പോകാൻ വളരെ ചാൻസ് ഉണ്ട്. ഇവിടെ ഉള്ളത് 2 തരം ഭൂപടങ്ങളാണ്, വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും. വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും. ഓർക്കുക, വലിയ തോത് ഭൂപടങ്ങൾ ഒരു ചെറിയ ഭൂപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, വലിയ തോത് ഭൂപടങ്ങൾ ഒരു ചെറിയ ഭൂപ്രദേശത്തെ, ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. നമ്മുടെ വില്ലേജിന്റെ ഒക്കെ ഭൂപടം, നമ്മുടെ ധരാതലീയ ഭൂപടങ്ങളൊക്കെ എന്താണ്? ചെറിയ പ്രദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. അപ്പോൾ അതാണ് വലിയ തോത് ഭൂപടം. വലിയ തോത് കൂടുതൽ എന്താണ്? ഒരു ചെറിയ പ്രദേശത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ ഓർക്കുക, വലിയ തോത് എന്ന് പറയുമ്പോൾ ചെറിയ പ്രദേശമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പക്ഷെ ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. ഇതൊരു വലിയൊരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കാൻ കഴിയില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു. അതാണ് ചെറിയ തോത് ഭൂപടം. അപ്പോൾ ഇവിടെ ഉദാഹരണം, വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിന്റെ ഭൂപടം. നമ്മുടെ ജില്ലയുടെ ഭൂപടമായാലും അതൊരു ചെറിയ തോത് ഭൂപടമാണ്. പക്ഷെ നമ്മുടെ വില്ലേജിന്റെ ഇതൊക്കെ വരുമ്പോൾ, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളിന്റെ ഒക്കെ മാപ്പ് ഇട്ടിരിക്കും. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലോ സ്റ്റാഫ് റൂമിന്റെ ഫ്രണ്ടിലോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്കൂളിന്റെ ഒരു മാപ്പൊക്കെ ഇട്ടിരിക്കും. അതൊക്കെ എന്താണ്? അതൊക്കെ വലിയ തോത് ഭൂപടമാണ്. അപ്പൊ ഇവിടെ തോത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ വെറും 1/2 കിലോമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. 1 സെന്റിമീറ്റർ 4/1 കിലോമീറ്റർ. അപ്പൊ ചെറിയ തോത് അല്ലേ? 1 സെന്റിമീറ്റർ 1/2 കിലോമീറ്റർ, 1 സെന്റിമീറ്റർ 4/1 കിലോമീറ്റർ, 1/4 കിലോമീറ്റർ. അപ്പൊ ഇതാണ് ആ ഒരു ചെറിയ തോതിലെ വലിയ തോത്. ഇതാണ് ആ ഒരു തോത് എന്ന് പറയുന്നത്. വലിയ തോത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഈ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ഇപ്പൊ 1 കിലോമീറ്റർ, 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചോ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? എത്രയാണ്? 1,00,000 സെന്റിമീറ്റർ ആണ്. 1,00,000 സെന്റിമീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഈസ്റ്റു പവറിൽ എടുക്കുമ്പോൾ എത്ര വരും? 1 എഴുതുന്നില്ല, ഞാൻ പറയാം. 1:1 ലാക്ക് എന്ന് വരും അല്ലെ? 1:1 ലാക്ക് എന്ന് വരും. അപ്പൊ ഇവിടെ എത്രയാണ്? ഇവിടെ 1/2 കിലോമീറ്റർ ആണ്. ഇവിടെ 1:50,000 എന്ന് വരും. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/2 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 1:50,000 എന്ന് വരും. ഇവിടെ എത്ര വരും? 1:25 ലാക്ക് എന്ന് വരും. 1:25 ലാക്ക്. അതായത് ഇത് 1/25 ലാക്കും ഇത് 1/50,000 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ചെറുത്? 1നെ 25 ലക്ഷമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ 1നെ 50,000 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണോ നമുക്ക് ചെറിയ സംഖ്യ ലഭിക്കുന്നത്? ഏതായിരിക്കും? 1നെ 25 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് അല്ലേ? അതാണ് ഈ ചെറിയ തോത്. ഇവിടെ തോത് വളരെ ചെറുതാണ്. അതാണ് ചെറിയ തോത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂപ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നൽകുന്നു. വിവിധതരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെ പറ്റി നാം ചർച്ച ചെയ്തല്ലോ. ഇനി ഭൂപടങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. അപ്പൊ വെറുതെ ഭൂപടം വരച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ചിരുന്നാൽ മാത്രം പോരാ, ആ ഭൂപടം കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടാകണം. എങ്ങനെയാണ് ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നത്? ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെയാണ് ഭൂപട വായന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭൂപട വായന? ഒരു ഭൂപടം നോക്കി വായിക്കുക എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഭൂപടം നോക്കി അതിലുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനെയാണ്. ഇനി ആ ഭൂപട വായനയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1, തലക്കെട്ട് അല്ലെ? ആ തലക്കെട്ട് നോക്കിയെങ്കിൽ അത് ഏത് ഭൂപടമാണെന്ന് നമുക്കറിയാൻ കഴിയും. തോത്,
തോത് വെച്ചിട്ട് നമുക്കത് വലുതാണോ ചെറിയ തോതാണോ എന്ന് അറിയാൻ പറ്റൂ. ദിക്കുകൾ വേണം, ഓരോന്നും എവിടെ കിടക്കുന്നു, അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നോക്കിയേ നമുക്ക് ആ ഭൂപടത്തിലെ ഓരോ സ്ഥലങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിക്കാനാകൂ. അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ, എന്തിനാണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ഭൂമിയിൽ നമ്മുടെ ഒരു വില്ലേജിന്റെ ഒരു ഭൂപടമാണെന്ന് വിചാരിക്കുക, ഒരു വില്ലേജിന്റെ ഭൂപടം. അവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട്, ആ വില്ലേജിൽ ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ആ പഞ്ചായത്ത് കിണർ അതുപോലെ നമുക്ക് ഭൂപടത്തിൽ വരച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം ആ കിണറിന് ഒരു സിമ്പൽ ഉണ്ട്. ആ കിണറിന്റെ സിമ്പലാണ് നമ്മൾ അവിടെ വരച്ചു വെക്കുന്നത്. എന്നിട്ട് അതിന്റെ കളർ കൊടുത്തേക്കും. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു കിണറാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള നിറങ്ങളും ചിഹ്നങ്ങളും. പിന്നെ സൂചികകൾ. അപ്പൊ ഇത് ഇത്രയുമാണ് ഒരു ഭൂപട വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. തലക്കെട്ട് നമ്മൾ പറഞ്ഞതാണ്. തലക്കെട്ട് കേരളം ഭൂപ്രകൃതി എന്ന് തലക്കെട്ട് കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടമാണത്. അപ്പൊ ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, നമ്മൾ പറഞ്ഞതാണ്. തോത്, അതുപോലെ തന്നെ തോത് കാണുമ്പോഴും നമുക്കറിയാം ചെറിയ തോതാണോ വലിയ തോതാണോ. അത് മാത്രമല്ല, തോത് വെച്ചിട്ട് നമുക്ക് ദൂരം അളക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഭൂപടം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു നൂല് അല്ലെ, ഒരു നൂല് വെച്ചിട്ട് ഇത്രയും ദൂരം കണ്ടോ ഒരു കണക്കാക്കിയിരിക്കുന്നത്. ഈ നൂലിൽ പിടിച്ചിട്ട് ഇതെന്ത് ചെയ്യും, നമ്മുടെ സ്കെയിലിൽ അത് എത്ര അകലമാണെന്ന് നോക്കും. എന്നിട്ട് ഭൂപടത്തിന്റെ തോത് നോക്കും. തോത് നോക്കിയിട്ട് ആ തോതനുസരിച്ച് കണ്ടുപിടിക്കും. ഇപ്പൊ ഇതിലൊരു സെന്റിമീറ്റർ ആണ്, 1 കിലോമീറ്റർ ആണ് ഇതിന്റെ തോതെങ്കിൽ ഈ നൂലിന്റെ വലിപ്പം ഒരു 7 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഈ ഇത്രയും നീളം ഒരു 7 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഈ ഇത്രയും ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 കിലോമീറ്റർ ആയിരിക്കും. ഇതൊരു നദിയുടെ നീളമാണ് ഇതിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കും? 7 കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിൽ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ തോത് തന്നെ പല രീതിയിൽ നമുക്ക് രേഖപ്പെടുത്താം. പല രീതിയിൽ. ഒന്ന് പ്രസ്താവന രീതി. ഈ പ്രസ്താവന രീതിയാണ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചേക്കും. ഇതാണ് നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് എളുപ്പം അല്ലെ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നേക്കുക പ്രസ്താവന രീതി. പിന്നെ ഭിന്നക രീതിയുണ്ട്. ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF. RF എന്താണ്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. അതിലെന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, 1:1 lakh. ഇതാണ് നേരത്തെ പറഞ്ഞത് 1:1 lakh. ഈ 1 lakh എന്ന് പറയുന്നത് എന്താണ്? 1,00,000 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. എന്നിട്ട് ഇവിടെ യൂണിറ്റ് ദൂരം എത്രയാണെന്ന് കൂടി തന്നിരിക്കും. ഈ യൂണിറ്റ് ദൂരം ഈ ഒന്നെന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 1:1 lakh ഇത് രണ്ടും എന്താണ്? ഒരേ ഏകകത്തിലായിരിക്കും, ഒരേ യൂണിറ്റിലായിരിക്കും. ഈ 1ഉം 1 lakhും ഒരേ യൂണിറ്റിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ എന്നാണ്. അപ്പൊ അത് സെയിം യൂണിറ്റ് അല്ല, 1 സെന്റിമീറ്ററിലും 1 കിലോമീറ്ററിലുമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അത് സെയിം യൂണിറ്റിലായിരിക്കും. 1:1 lakh എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1,00,000 സെന്റിമീറ്ററിന് തുല്യമാണ്. അപ്പൊ 1,00,000 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോമീറ്റർ ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള രേഖീയ രീതികൾ ഇങ്ങനെ ചിത്രീകരിച്ച് നൽകിയിരിക്കും. ആ തോത് ഒരു ലീനിയർ റെപ്രസെന്റേഷനിൽ നൽകുന്നതിനെയാണ് നമ്മൾ രേഖീയ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് തോതിന്റെ രീതികൾ. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഭിന്നാത്മക രീതി അല്ലെങ്കിൽ ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ RF. പിന്നെ രേഖീയ രീതി. ഇതാണ് ആ 3 രീതികൾ. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികൾ. പിന്നെ ദിക്ക്. ഒരു ഭൂപടത്തിന്റെ ദിക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വടക്ക് നോക്കി യന്ത്രം, ഒരു കോമ്പസ് എടുക്കുക, അതിലിങ്ങനെ വെക്കുക. അല്ലെങ്കിൽ തന്നെയും അതിലെല്ലാത്തിലും എന്ത് കൊടുത്തിരിക്കും? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് നമ്മുടെ ഇത് രേഖപ്പെടുത്തിയിരിക്കും. എന്നിരുന്നാൽ കൂടി ഒരു വലിയ ഭൂപടമാണ്. നമുക്കൊരു നിശ്ചിത പ്രദേശത്തിന്റെ മാത്രം ദിക്കറിഞ്ഞാൽ മതിയെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അതിന്റെ നോർത്ത് സൈഡ് കറക്റ്റ് നോക്കി ഇതുപോലെ കോമ്പസ് വെച്ചാൽ മതി. ഇതിനനുസരിച്ച് നമുക്കതിന്റെ ദിക്കുകൾ അറിയാൻ കഴിയും. പിന്നെ ഇത് നമ്മുടെ സ്കൂൾ മൈതാനത്തെ ഓരോന്നും ഏത് ദിക്കിലാണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വടക്കല്ലേ, ഇത് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. ഇപ്പം കുട്ടികളടുത്തും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എഴുതാനാണ്. ഇതൊന്നും നമുക്ക് വേണ്ട അല്ലെ. ഇതും അതുപോലെ തന്നെയാണ്, അവർക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ദിക്കുകൾ കണ്ടെത്താനായിട്ട്. അത് കുട്ടികൾക്ക് ദിക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ ദിക്കൊക്കെ. ഇനി അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പം ഈ സെക്ഷനിൽ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്. ഇതാണ് ആ കോളം. കണ്ടോ? ഈ നിറങ്ങളും അതിന്റെ സവിശേഷതകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ നോട്ട്ബുക്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പിള്ളേരുടെ സ്കെച്ച് പെന്നൊക്കെ കട്ടെടുത്ത് അവരില്ലാത്ത തക്കം നോക്കി, അവരുണ്ടെങ്കിൽ എനിക്ക് തരത്തില്ല കേട്ടോ, അവരില്ലാത്ത തക്കം നോക്കി ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നുവെന്ന് നമുക്കറിയാം.
ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. നമ്മൾ അമേരിക്കയുടെ മാപ്പ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ വേറെ എന്താണ്, നമ്മൾ ബ്രിട്ടന്റെ എടുത്ത് നോക്കിയാലും അർജന്റീനയുടെ എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഇങ്ങനെ ഒരു കട്ട റെഡ് കളർ കൊടുത്തിരുന്നാൽ അതിന്റെ അർത്ഥം അത് പാർപ്പിടങ്ങളാണ് എന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ചിഹ്നങ്ങളാണ് ഇതെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് നേരെ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പച്ച കളർ കണ്ടാൽ നമുക്ക് അപ്പോഴേ സസ്യങ്ങളാണെന്ന് ഓർക്കുക. സസ്യങ്ങൾ തന്നെയാണ്. നൈസർഗിക സസ്യജാലങ്ങളാണ് പച്ച കളർ കൊടുത്തിരിക്കുന്നത്. ഈ മഞ്ഞ കളറിൽ ഞാൻ എഴുതിയപ്പോൾ അതൊരു തെളിച്ചം കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ആ റെഡ് കളർ, യെല്ലോ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ മഞ്ഞ കളറില് കൃഷിയിടങ്ങളാണ് മഞ്ഞ കളറിൽ കാണുന്നത്. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതാണ്. ചുവപ്പ് പാർപ്പിടങ്ങൾ, റോഡുകൾ. ഇത് ഇവിടെ കണ്ടോ, ടാറിട്ട റോഡ് കാണിച്ചിരിക്കുന്നുണ്ടോ റെഡ് കളറിൽ. ഇത് ഇവിടെ കണ്ടോ, പാർപ്പിടങ്ങൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ, റെഡ് കളറിലല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചുവപ്പ്? പാർപ്പിടങ്ങൾ, റോഡുകൾ. കറുപ്പ് എന്താണ്? തീവണ്ടിപ്പാത. അപ്പൊ റോഡുകൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, റോഡുകൾ റെഡ് കളറിലാണ്. ഓക്കെ, ഇപ്പൊ പ്രത്യേകം ഓർത്തിരിക്കുക, റോഡുകൾ റെഡ് കളറിലാണ്. കാരണം റെയിൽപാതയും റെയിൽപാത അതായത് നമ്മുടെ റെയിൽവേ ലൈൻസ് വരുന്നത് കറുപ്പ് നിറത്തിലാണ്. അപ്പൊ റോഡുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇപ്പൊ കറുപ്പ് നിറത്തിൽ വരുന്നത് തീവണ്ടിപ്പാത. അതേ കണ്ടോ, തീവണ്ടിപ്പാത. അക്ഷാംശരേഖകൾ കറുപ്പ് കളറിലാണ്. നമുക്ക് നമ്മുടെ മാപ്പ് നോക്കിയാൽ അറിയാം, ചെറിയ കറുത്ത ലൈൻസ് അല്ലെ, കറുത്ത ലൈൻസ് ആയിട്ടാണ് നമുക്ക് രേഖകൾ വരച്ചിരിക്കുന്നത്. അതുപോലെ ടെലിഫോൺ ലൈനിന്റെ കേബിൾ ഒട്ടുമിക്കതും എന്താണ്, ബ്ലാക്ക് കളറിലാണ് പോകുന്നത്. അപ്പൊ അതും എന്താണ്, കറുപ്പ് തന്നെയാണ്. നമ്മുടെ നീല ജലാശയങ്ങൾ എന്നും പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടുന്നത്. അപ്പൊ നീല കളറിലുള്ളതെല്ലാം എന്താണ്, ജലാശയങ്ങളാണ്. തവിട്ട് കളറില് പാറക്കൂട്ടങ്ങൾ, മൺകൂനകൾ, കുന്നുകൾ. അപ്പൊ ചെറിയ തവിട്ട് കളറിലെ കുന്നുകളൊക്കെ ഉണ്ടല്ലോ. കുന്നെന്ന് വെച്ചാൽ ഈ എന്താണ് ഞാൻ പറഞ്ഞത്, ഈ ചെടികളൊക്കെ ഉള്ള കുന്നല്ല, അല്ലാതെ നമ്മൾ ചെറിയ കുന്നുകളൊക്കെ കാണുമല്ലോ, ഒന്നും ഇല്ലാതെ, ചെടികളൊന്നും ഇല്ലാതെ മണ്ണ് മാത്രമായിട്ട്, അതൊരു തവിട്ട് കളറിലല്ലേ. പിന്നെന്താണ്, മണൽ കൂനകൾ, പിന്നെ പാറക്കൂട്ടങ്ങൾ. പാറകൾ തവിട്ട് കളറല്ല, എന്നിരുന്നാലും ഒന്ന് ഓർക്കുക, പാറ, മണൽ, കുന്ന്, ഇതാണ് തവിട്ട് നിറം. പിന്നെ ടാറിട്ട റോഡ് കാണിക്കാനായിട്ട് ഇങ്ങനെ റെഡ് കളറിൽ 2 ലൈനാണ്. തീവണ്ടിപ്പാത കണ്ടോ, ഇത് കാണുമ്പോൾ തീവണ്ടിപ്പാത നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കാനുള്ളത് എന്ന് പറഞ്ഞു, നീല കളറിലാണ് ജലാശയങ്ങൾ. നീല കളറിൽ ഒറ്റ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതൊരു അരുവിയാണ്, ചെറിയൊരു അരുവിയാണ്. എന്നാൽ അതിങ്ങനെ ഒഴുകി വേറൊന്നിൽ ചെന്ന് ചേരുകയാണെങ്കിൽ അതൊരു നദിയാണ്. ഇത് കണ്ടോ, ക്രിസ്ത്യൻ പള്ളി ഒരു ചതുരക്കട്ടയുടെ മുകളിൽ ഒരു കുരിശുള്ളതാണ് ക്രിസ്ത്യൻ പള്ളി. മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ഒരു വീട് പോലെ വന്നിട്ട് അതിന്റെ മുകളിൽ ഒരു വരയാണ് മുസ്ലിം പള്ളി. അപ്പൊ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് ഓർക്കുക, ഹിന്ദുക്കൾക്ക് മുകളിൽ വരയില്ല, മുസ്ലിംസിന് മുകളിൽ വരയുണ്ട്. അപ്പൊ മുസ്ലിം പള്ളിയുടെ മുകളിൽ ഒരു വരയും കൂടി വരുന്നുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്, ആ വര ഇല്ലാത്ത ഒരു വീടിന്റെ കെട്ടിടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ മുസ്ലിം പള്ളിയും അങ്ങനെ തന്നെ അല്ലേ, ഈ ഷേപ്പിൽ വന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയൊരു സംഭവം ഉള്ളതല്ലേ മുസ്ലിം പള്ളി. അമ്പലങ്ങൾക്ക് കൊച്ചു അമ്പലങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ, ചെറിയ അമ്പലങ്ങളുണ്ടല്ലോ, ഒറ്റ കെട്ടിടം മാത്രമുള്ള അമ്പലങ്ങൾ, അതൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ കാണപ്പെടുന്നത്. പിന്നെ ക്രിസ്ത്യൻ പള്ളിയുടെ എല്ലാ പള്ളിയുടെ മുകളിൽ ഒരു കുരിശുണ്ടായിരിക്കും. അപ്പൊ ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിൽ കുരിശ്, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണേ. അത് കഴിഞ്ഞ് പാർപ്പിടങ്ങൾ നമ്മൾ പറഞ്ഞു, റെഡ് കട്ടയാണ്. കട്ട റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ അവിടെ പാർപ്പിടം. PO പോസ്റ്റ് ഓഫീസ്. അപ്പൊ ഇത് ഞാൻ എഴുതിയപ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിട്ട് വെട്ടിയിട്ടാണ് ഞാൻ പോസ്റ്റ് ഓഫീസ് എഴുതിയത്. അപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്ത് എഴുതിയപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ നോട്ടില്. അപ്പൊ ഇവിടെ PO എന്ന് പോസ്റ്റ് ഓഫീസ്. അപ്പൊ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ഒരു ഷോർട്ട് ഫോം എഴുതിയിരിക്കുന്നത്. പറയാൻ കാരണം നമുക്ക് PS ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, പോലീസിന്റെ Pയും സ്റ്റേഷന്റെ Sഉം. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റിന്റെ Pയും ഓഫീസിന്റെ Oയും അല്ലെ, PO PS. പിന്നെ വട്ടത്തിൽ ഒരു നീല കളർ വന്നു കഴിഞ്ഞാൽ ഇതാണ് കിണർ. ഇപ്പൊ പഞ്ചായത്ത് കിണറൊക്കെ ഉണ്ടെങ്കിൽ ഏത് കളർ കൊടുക്കും, വട്ടത്തിലൊരു നീല കളർ. പിന്നെ മേഘത്തിൽ ഒരു നീല കളർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കുളമാണ്. അപ്പൊ വട്ടത്തിനല്ലേ നമ്മുടെ കിണർ കാണപ്പെടുന്നത്. വട്ടത്തിൽ നീല കിണറ്, മേഘം വന്നു കഴിഞ്ഞാൽ, മേഘം നീല വന്നു കഴിഞ്ഞാൽ കുളം. പിന്നെ ത്രികോണാകൃതിയിൽ ഒരു ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ അത് കുഴൽ കിണറാണ്. അപ്പൊ ഓർക്കുക, ത്രികോണാകൃതിയിൽ ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ അത് ഒരു കുഴൽ കിണറാണ് എന്നോർക്കുക. പിന്നെ ഇത് കണ്ടോ,
കോട്ടമതിലുകളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ അല്ലേ ഒരു കെട്ടി വെക്കുന്നത്, കോട്ടമതിൽ. പിന്നെ പാലം, പാലം കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ, അപ്പുറം അപ്പുറം. ഇത് ഇവിടെ കെട്ടാണെന്ന് ഓർക്കുക. നമ്മൾ കണ്ടത് റോഡിന്റെ റെഡ് കളറിലെ നീണ്ട ലൈനാണ്. അതിന്റെ അറ്റത്ത് ഓരോ കെട്ടും കൂടെ ഉണ്ടെങ്കിൽ അതാണ് പാലം. പിന്നെ കുറച്ച് ശ്മശാനം എന്ന് പറയുമ്പോൾ ഈ ശ്മശാനത്തിന്റെ ആ ഒരു നമ്മുടെ ശവക്കല്ലറയുടെ മുകളിൽ ഇങ്ങനെ പേരെഴുതി വെക്കുന്ന ആ ടെംപ്ലേറ്റ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയല്ലേ ചെയ്യുന്ന റാ പോലെ. അപ്പൊ അത് നോക്കുക, അതാണ് ശ്മശാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്, ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. തിരിഞ്ഞു പോകും. ഈ അരുവിയും നദിയും പ്രത്യേകിച്ച് ഓർക്കുക. അരുവി എന്ന് വെച്ചാൽ ചെറുതല്ലേ, ഇപ്പൊ ചെറിയൊരു സംഭവം. നദി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടുതൽ കണ്ടേ, കുറച്ച് വലുതാണ്. പിന്നെ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നിൽ ചെന്ന് ചേരുന്നുണ്ട് അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് നോക്കിയിട്ട് ഇത് എന്തൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പച്ച കളറിൽ നമ്മൾ എന്താ പറഞ്ഞേ, നൈസർഗിക സസ്യജാലങ്ങളാണ് നമ്മൾ പച്ച കളറിൽ പറഞ്ഞത്. റെഡ് കളർ ലൈൻ എന്തായിരുന്നു, റെഡ് കളർ ലൈൻ റോഡായിരുന്നു. ഇത് ഇവിടെ കണ്ടോ, റോഡിന് മീതെ പാലം. ഇത് പാലമല്ലേ, ഇപ്പൊ റോഡിന് മീതെ ഒരു പാലം ഉണ്ട്. പിന്നെ ഇതേ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരുന്നു, ഇതൊരു റെയിൽവേ ലൈനാണ്. പിന്നെ ഇതെന്താണ്, ഇതൊരു അരുവി ആയിരിക്കും അല്ലേ. ഈ ടിക്ക് ഞാൻ ഇട്ടതാണ് കേട്ടോ, നദിയാണെന്ന് വിചാരിക്കരുത്. ഇതൊരു അരുവിയാണ് അല്ലേ, ഇതൊരു അരുവിയാണ്. അത് കഴിഞ്ഞതേ മേഘം എന്താണ്, കുളം അല്ലേ. ബ്ലൂ കളർ മേഘം കുളം. ബ്ലൂ കളർ ട്രയാങ്കിൾ എന്താണ്, കുഴൽക്കിണർ അല്ലേ, കുഴൽക്കിണർ. പിന്നെ ഇത് കോട്ടയാണ്. പിന്നെ ഈ റാ വന്നിരിക്കുന്നത് ശ്മശാനം. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നദിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഒറ്റ ലൈനിലുള്ള, അപ്പൊ ഇത് അരുവി ആയിരിക്കത്തില്ലേ. പക്ഷെ ഇങ്ങനെ കൊടുത്താൽ അത് നദിയാണ്. ഇനി സൂചിക. മുകളിൽ നൽകിയിട്ടുള്ള രൂപരേഖയുടെ ഒരു സൂചിക തയ്യാറാക്കിയത് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നാണ് സൂചിക കാണിക്കുന്നത്. അപ്പൊ അതിന്റെ നിറങ്ങൾ എന്തിനെ കാണിക്കുന്നു, അടയാളങ്ങൾ എന്തിനെ കാണിക്കുന്നു, ചിഹ്നങ്ങൾ എന്തിനെ കാണിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് സൂചിക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. ഭൂമിയിലെ ഓരോ പ്രദേശത്തിന്റെയും ഭൗമോപരിതല സവിശേഷതകളുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശങ്ങൾ അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രദേശത്തിന്റെ സ്ഥാനം, ഭൂമിയിൽ അത് എവിടെ കിടക്കുന്നു എന്ന് സ്ഥാനം കണ്ടുപിടിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്തോടെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിന്റെ ഭൂപടം എടുക്കുമ്പോൾ നമുക്ക് അക്ഷാംശ രേഖാംശ സ്ഥാനത്തിന്റെ ആവശ്യം വലുതായിട്ടില്ല. പക്ഷെ ലോക ഭൂപടം എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായും ഇതിന്റെ ആവശ്യം വരുന്നത്. കേരളത്തിന്റെ എടുക്കുമ്പോഴും വേണം, നമ്മൾ എടുക്കുമ്പോഴല്ല ബാക്കിയുള്ളവർ എടുക്കുമ്പോൾ വേണം അല്ലേ. രേഖാംശ രേഖ അക്ഷാംശ രേഖയൊക്കെ എവിടെയാണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട്. ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന ധാരണ ലഭിച്ചല്ലോ. അവ ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും അപഗ്രഥിക്കാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സാങ്കേതികങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഈ മാപ്പിനെയൊക്കെ നമുക്ക് അതിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിച്ച് അതിനെ പ്രയോജനപ്പെടുത്തുന്ന വളരെ വളരെ വലിയ സാങ്കേതിക വിദ്യകൾ ഇപ്പോഴുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അപ്പൊ ഇനി കുറച്ച് സാങ്കേതിക വിദ്യകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കഥകളിലും മറ്റും കേട്ടുള്ള ഒരു മാന്ത്രിക കണ്ണാടി നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതൂ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വിദൂരതയിലുള്ള ഒരു ചരിത്ര നിർമ്മിതി ആ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിൽ ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ട്. ഇപ്പൊ നമുക്ക് കുത്തബ് മിനാറിന്റെ ചിത്രം കാണണം. കുത്തബ് മിനാറിന്റെ ചിത്രം നമ്മുടെ മാന്ത്രിക കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നു. ആ ചരിത്ര നിർമ്മിതിയുടെ സ്ഥാനം, നിങ്ങളുടെ സ്ഥാനം, അവിടേക്ക് പോകാനുള്ള വഴി തുടങ്ങിയവയൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു. അപ്പൊ നമുക്ക് കുത്തബ് മിനാറിലോട്ട് പോകാനുള്ള നമ്മുടെ വഴി, നമ്മുടെ സ്ഥാനത്ത് നിന്ന് എത്ര ദൂരമുണ്ട്, നമ്മുടെ വഴി ഡയറക്റ്റ് അങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്നു, കുത്തബ് മിനാർ നിൽക്കുന്നു, അങ്ങനെയല്ല, അതിന്റെ ഒരു സ്ഥാനം, നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ ഏത് വഴി പോകാം എന്നൊക്കെ ആ കണ്ണാടി കാട്ടിത്തരുന്നു എന്ന് വിചാരിച്ചോ. ഇനി മുമ്പ് മാന്ത്രികമായി കരുതിയ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിസ്സാരമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ആ കണ്ട മാന്ത്രിക കണ്ണാടിയുടെ സ്ഥാനത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കുത്തബ് മിനാറിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്നും ഏറ്റവും ഷോർട്ട് കട്ട് ഏതാണെന്നും ഒക്കെ നമ്മുടെ ഫോണിലൂടെ നമുക്കറിയാൻ കഴിയില്ലേ.
അപ്പൊ അതാണ് നമ്മുടെ മാന്ത്രിക കണ്ണാടി. ഒരു കുട്ടി തയ്യാറാക്കിയ യാത്രാ വിവരണത്തിന്റെ ഏതാനും വരികളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ദൂരെ ഉയർന്ന് നിരനിരയായി കാണുന്ന കുന്നുകൾ, വെള്ളിനൂൽ പോലെ താഴേക്കൊഴുകുന്ന അരുവികൾ, കുന്നുകൾക്കിടയിലെ ചോലവനങ്ങൾ, എഴുന്നു നിൽക്കുന്ന കരിമ്പാറ കൂട്ടങ്ങൾ, എത്ര നേരം നോക്കി നിന്നാലും മതിവരാത്ത മനോഹരമായ കാഴ്ച. ക്യാമറ ഉപയോഗിച്ച് പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി അവ നിരീക്ഷിച്ചുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ യാത്രാക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെ. ആ കുട്ടി കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ മാത്രമല്ല, ഇത് നോക്ക്, വെള്ളിനൂൽ പോലെ താഴേക്ക് ഒഴുകുന്ന അരുവികൾ. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ ദൂരെ നിന്ന് ഒരു ക്യാമറയുടെ സഹായത്തിലാണ് നമ്മൾ ആ അരുവിയെ നോക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നും. ഒരു നൂലല്ലേ, ഒരു നൂല് ഇങ്ങനെ ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു നൂല് പോയേക്കുന്നതായിട്ടല്ലേ തോന്നും. അത് തന്നെ കുന്നുകൾക്കിടയിലെ ചോലവനങ്ങൾ, എഴുന്നു നിൽക്കുന്ന കരിമ്പാറ കൂട്ടങ്ങൾ. പാറകളെ നമുക്ക് ദൂരം നോക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ആനക്കുട്ടന്മാരെയൊക്കെ പോലെ തോന്നുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ് വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ്. ഇവിടെ നമുക്കൊരു ഡെഫിനിഷനും അതിന്റെ വളരെ അതിന്റെ പ്രത്യേകതകളും പിന്നെ അതിന്റെ ഒരു 3 ക്ലാസിഫിക്കേഷനുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പോയാൽ മാത്രമേ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന്റെ കൂടുതൽ തലങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മനസ്സിലാവും. അപ്പൊ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ഇതൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നോട്ട് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ഡൗട്ട് ഞാൻ അവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. കാര്യം നിങ്ങളെപ്പോലെ ആ സംശയം ഒരു പക്ഷെ ചോദിക്കാൻ മടിച്ചിട്ട് ആരെങ്കിലും ചോദിക്കാത്തതായിട്ടും ഉണ്ടെങ്കിലോ, അപ്പൊ കമന്റ് ബോക്സിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിന്റെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു സംഭവം ഇരിക്കുകയാണ്. എന്തെന്ന് വിചാരിക്കാം, അങ്ങ് ദൂരെ ഒരു പേന ഇരിക്കുന്നു, മേശപ്പുറത്ത് ഒരു പേന ഇരിക്കുന്നു. എനിക്ക് അവിടം വരെ പോയി എടുക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ച് ആ പേനയുടെ ഫോട്ടോ എടുത്തു. പേനയുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുകയാണ്. അത് ഏത് പേനയാണ്, ലെക്സിയാണോ സെല്ലോ ആണോ ഏത് പേനയാണെന്ന് എനിക്കറിയാൻ പറ്റും. പിന്നെ അതിന്റെ ആ കൂടിന്റെ കളർ വെച്ചിട്ട് അത് ബ്ലാക്ക് കളർ പെന്നാണോ ബ്ലൂ കളർ പെന്നാണോ എന്ന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ഞാൻ അതിന്റെ സ്പർശബന്ധം കൂടാതെ എന്റെ കയ്യിലുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. അപ്പൊ ഇങ്ങനെ ശേഖരിക്കുന്നതിനെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം, നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പർശബന്ധം ഉണ്ടല്ലോ. എവിടെയാണ് സ്പർശബന്ധം ഉള്ളത്? ക്യാമറയിലാണുള്ളത് അല്ലേ. ആ വസ്തുവിനെ ഞാൻ തൊട്ടോ? ആ പേനയെ ഞാൻ തൊട്ടോ? ഇല്ല, ആ പേനയെ ഞാൻ തൊട്ടില്ല. അപ്പൊ ആ വസ്തുവിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പർശബന്ധം കൂടാതെ എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ ഉപകരണങ്ങളുടെ സഹായത്തോടെ, ഞാൻ എൻ്റെ ഫോൺ ക്യാമറയുടെ സഹായത്തോടെ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. അപ്പൊ ഇതിനെയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നത് വിദൂര സംവേദനത്തിന് ഒരു ഉദാഹരണമാണ്. അവർ നമ്മളെ തൊടുന്നൊന്നുമില്ല, നമ്മൾ ദൂരെ നിൽക്കുന്നു, നമ്മുടെ ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ ഫീച്ചേഴ്സ് അല്ലെ, നമ്മുടെ മുഖത്ത് കുത്തുണ്ടോ കോമയുണ്ടോ ഒക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കളയും. എന്നിരുന്നാലും എഡിറ്റ് ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കുന്നു, മൂക്ക് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അല്ലേ. അപ്പൊ ഇങ്ങനെ ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി മാത്രമാണോ വിദൂര സംവേദനം? ആണോ? ക്യാമറ മാത്രമാണോ? അല്ല, പിന്നെന്താണ്? നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണിന്റെ കാര്യം പറയാം. ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ക്യാമറയും സ്കാനറും മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിലും എന്നിവ ഘടിപ്പിച്ച് ഭൂവിവരങ്ങൾ ശേഖരിക്കാം. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ അഥവാ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്ലാറ്റ്ഫോമുകൾ? പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ സ്കാനർ, അതിനെയാണ് നമ്മൾ സെൻസേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംവേദകങ്ങൾ. അത് എവിടെയാണോ ഘടിപ്പിച്ചിരിക്കുന്നത് അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ കയ്യിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ കൈയാണ് അവിടെ പ്ലാറ്റ്ഫോം. ബലൂണിലാണ് ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ബലൂൺ ആണ് അവിടെ പ്ലാറ്റ്ഫോം. ഡ്രോണിലാണ് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നതെങ്കിൽ അതാണ് പ്ലാറ്റ്ഫോം. വിമാനമാണെങ്കിൽ ആ വിമാനമാണ് നമ്മുടെ പ്ലാറ്റ്ഫോം.
ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ മൂന്നായി തിരിക്കാം. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണ്? ഭൂതല വിദൂര സംവേദനം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിംഗ്, ആകാശീയ വിദൂര സംവേദനം അല്ലെങ്കിൽ ഏരിയൽ റിമോട്ട് സെൻസിംഗ്, ഉപഗ്രഹ വിദൂര സംവേദനം അല്ലെങ്കിൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല വിദൂര സംവേദനം. അപ്പൊ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഭൂതലത്തിൽ നിന്നുകൊണ്ട് ഒരു സംഭവത്തിന്റെ ഫോട്ടോ എടുക്കുന്നു കണ്ടോ. അടുത്തത് ആകാശീയ വിദൂര സംവേദനം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി. അപ്പൊ നമ്മൾ ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നത് എന്തൊരു ഉദാഹരണമാണ്? ഈ ആകാശീയ വിദൂര സംവേദനത്തിന് ഉദാഹരണമാണ് അല്ലെ. നമ്മളിങ്ങനെ ഭൗമോപരിതലത്തിൽ നിന്നല്ല ഇങ്ങനെ ആകാശത്ത് നിന്നിട്ടല്ലേ ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്? ആകാശീയ വിദൂര സംവേദനം. അടുത്തത് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. നമ്മളിപ്പോ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ആണ് അല്ലെ. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ, പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാലാവസ്ഥാ പഠനത്തിന്, കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കാൻ, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഫോണില് ഒരു അലേർട്ട് മെസ്സേജ് വരാറുണ്ട്. എന്താണ്? അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്യാൻ പോകുന്നു അല്ലെ. ഇതെങ്ങനെയാണ്? കാലാവസ്ഥാ നിരീക്ഷകര് നമ്മുടെ ഈ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് കാലാവസ്ഥയെ പറ്റി പഠിച്ചിട്ടാണ് നമുക്കിങ്ങനെ പറയുന്നത് അല്ലെ. നമുക്കിപ്പോ എല്ലാവരുടെയും ഫോണിലോട്ട് ഒരു അലേർട്ട് വരുന്നത്. ഇപ്പൊ ഒട്ടുമിക്ക സംഭവങ്ങളും നമുക്ക് ഇതുപോലെ, അതായത് നമ്മൾ ഈ തീരപ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ശക്തമായ മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കടലിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പിൻവാങ്ങാനായിട്ട് അല്ലെ, പോകാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കിട്ടുകയാണ് അല്ലെ. പിന്നെ കാർഷിക മേഖലയുടെ പഠനത്തിന്, എവിടെയൊക്കെ ഏതൊക്കെ കൃഷിക്ക് അനുയോജ്യമാണ് എന്നുള്ള രീതിയിലുള്ള പഠനത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കാം. പിന്നെ ഈ വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ ഉണ്ടായ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണം, അത് നമ്മുടെ വയനാട് ദുരന്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് എവിടെ ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് എവിടെയാണ്, ഇനി ആളുകൾ ആരെങ്കിലും രക്ഷിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത, നമ്മുടെ വിദൂര സംവേദനത്തിന്റെ പ്രത്യേകത, റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. അടുത്തത് GIS, ഭൂവിവര വ്യവസ്ഥ. എന്താണ് ഭൂവിവര വ്യവസ്ഥ? ഭൂപട വിശകലനം, വിദൂര സംവേദനം. ഏതൊക്കെയാണ്? ഭൂപട വിശകലനവുമുണ്ട്, നമ്മുടെ വിദൂര സംവേദനവുമുണ്ട് തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെ കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു. എന്താണ്? നമ്മൾ ഇങ്ങനെ ഭൂപടങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ഈ വിദൂര സാങ്കേതിക വിദ്യ, നമ്മുടെ എന്താണ് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാഫുകൾ ഉണ്ടാക്കുന്നു, ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നു, പട്ടികകൾ ഉണ്ടാക്കുന്നു, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ഫോമുകൾ ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഈ സാങ്കേതിക വിദ്യയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു GIS പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടിക ഉൽപ്പന്നമാക്കി വരുന്നു. ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇതെന്ത് ചെയ്യുന്നു? ഇതൊരു ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. പിന്നെ അതിനെന്താക്കുന്നു? ഭൂപടം, ഗ്രാഫ്, പട്ടികയൊക്കെ ആക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ ഇരുന്ന് ഉപയോഗിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഈ ഭൂപടങ്ങളും
ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലോട്ട്. അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടതായൊക്കെ, ഭൂപടമാണ് കിട്ടേണ്ടതെങ്കിൽ അയാൾ അതിന്റെ ഫോർമാറ്റ് ചെയ്യുന്നു, ഗ്രാഫാണ് വേണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ചെയ്യുന്നു, പട്ടികയാണ് അല്ലെങ്കിൽ 3D ആണ് ലഭിക്കേണ്ടതെങ്കിൽ അതിന്റെ ഫോർമാറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് അയാൾക്ക് ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ GIS അല്ലെങ്കിൽ എന്താണ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ. ഇനി അടുത്തൊരു സംഭവമുണ്ട് GPS. നമ്മുടെ GIS-ഉം GPS-ഉം തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇത് GIS-ന്റെ ഉപയോഗങ്ങളാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ വിഭവ പരിപാലനം, ടൂറിസം, പ്രകൃതി ദുരന്ത നിവാരണം, ഗതാഗതം, ഇതെല്ലാം അറിയാനായിട്ട്, അതായത് നമ്മുടെ ഈ ഭൂപടങ്ങളും ഇവരെന്താണ് നമ്മുടെ റിമോട്ട് സെൻസിങ് വഴിയുള്ള വിവരങ്ങളും ഒക്കെ വിശകലനം ചെയ്താണല്ലോ ഇത് ലഭിക്കുന്നത്. അപ്പം ഈ സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. കൃഷി, ആസൂത്രണം, വാർത്താവിനിമയം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോ ആരെങ്കിലും കാണാതാകുമ്പോ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരാൾ തട്ടിക്കൊണ്ടുപോകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളുടെ ദേഹത്ത് എന്ത് ചെയ്യും, ഒരു GPS ഘടിപ്പിക്കും അല്ലെ. ഒരു GPS ഇട്ട് വിടുമ്പോഴത്തേക്കും അയാൾ എവിടെയൊക്കെയാണ് പോയത്, എങ്ങോട്ടാണ് പോകുന്നത്, അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതാണ് ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS എന്താണെന്ന് നോക്കാം. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, നമ്മൾ റോക്കറ്റ് ആയാലും വിമാനമായാലും ഇതൊക്കെ അങ്ങ് വിട്ടുകഴിഞ്ഞു. അപ്പോൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്തുള്ള സമയം ഇതൊക്കെ കണ്ടെത്തുന്നതിനൊരു സാങ്കേതിക വിദ്യയുണ്ട്. ആ സാങ്കേതിക വിദ്യയാണ് എന്ത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS. ഭൂമിയിൽ ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, അതിന്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. അപ്പോ ഭൂമിയിൽ ഒരു വസ്തുവിന്റെ അക്ഷാംശ, രേഖാംശ സ്ഥാനവും അതിന്റെ ഉയരവും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് GPS സഹായിക്കുന്നു. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിന്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഒട്ടുമിക്ക സ്കൂൾ ബസ്സുകളിലും ഒരു GPS ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സ്കൂൾ ബസ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഏത് റൂട്ടാണ് പോകുന്നത്, ഏത് സമയത്ത് സ്കൂളിലെത്തും, അല്ലെങ്കിൽ ഏത് സമയത്ത് ഓരോ കുട്ടിയുടെയും സ്റ്റോപ്പിലെത്തി എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക സ്കൂൾ ബസ്സുകളിലും ഇപ്പോൾ എന്തുണ്ട്, GPS ഉണ്ട്. അത് നല്ലതല്ലേ. ഒരു പക്ഷെ എവിടെയെങ്കിലും ഒരു അപകടം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് GPS സഹായിക്കുന്നുണ്ട്. മിക്ക വാഹനങ്ങളിലും ഉണ്ട് GPS അല്ലെ. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പൊ GPS പ്രവർത്തിക്കണമെങ്കിൽ എത്ര ഉപഗ്രഹങ്ങൾ വേണമെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഇനി പഠിക്കാനാകും. അപ്പൊ നിങ്ങളുടെ സ്കൂൾ ബസ്സിൽ GPS ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒട്ടുമിക്ക സ്കൂൾ ബസ്സുകളിലും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. അപ്പൊ ഇത് കഴിഞ്ഞ കുറെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിന്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയാനാണ് അവരോട് പറയുന്നത്. ഇതും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഭുവനെ പറ്റിയിട്ട്. വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിലും രാജ്യ പുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ടും നമുക്ക് ഭൂപടങ്ങളെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഭൂപടങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. കാര്യം ഇത് ബേസിക് ആണ്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട്, ഇതിലുള്ള പോയിന്റ്സേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലുള്ള കൂടുതൽ, അതായത് ഇപ്പൊ ഈ ഭുവനെ പറ്റി പറഞ്ഞു, അതിനെപ്പറ്റി എനിക്ക് വേണമെങ്കിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാം. പക്ഷെ പറയാത്ത കാരണം നിങ്ങൾ ആദ്യം ഇത്രയും പഠിക്കുക. വളരെ കുറച്ച് കണ്ടന്റ് ആണ് ഈ ക്ലാസ്സിലുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇത്രയും പഠിക്കുക. ഇത് ഇത്രയും പഠിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി നമുക്ക് വരുന്നുണ്ട്, വേറെ ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ. അപ്പൊ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ പഠിച്ചത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളുമാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.